ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ബൈബിൾ ക്രൗൺ 26 മെഗാ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് ആരംഭിക്കാം. യേശു എന്നടിസ്ഥാനം ആശയാവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. എത്ര മാധുരമാവൻ നാമമേനിക്കു പാർത്താൽ, ഓർത്തു വരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നേ, ഓർത്തു വരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്വപിതാവും ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ അടിയങ്ങൾ തന്ന ഈ വലിയ സാവകാശത്തിന് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്ത അവിടുത്തെ വാത്സല്യങ്ങൾക്കായിട്ട് സ്തോത്രം. ഇന്നത്തെ കർത്താവ് ഈ ശുശ്രൂഷ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അതിൽ പങ്കെടുക്കുവാൻ വന്ന സഹോദരങ്ങളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവെ അവിടുത്തെ നാമം ഉയർത്തപ്പെടുവാനും മഹത്വപ്പെടുവാനും തക്കതിനുണ്ടും എളിയ ശുശ്രൂഷ സഹായിക്കണമേ. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്വപിതാവേ, അവിടുത്തെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായിട്ട് ഹല്ലേലൂയ കർത്താവേ, ഈ എളിയ ശുശ്രൂഷ എടുത്ത് ഉപയോഗിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. അവിടുത്തെ സ്നേഹത്തോടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി അല്പമായി അധികമായും സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. കൃപയാൽ ഞങ്ങളെ വഴി നടത്തണമേ. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴിലും അങ്ങയിലെ കൊണ്ട് ഈ മഹത്തായ സൃഷ്ടിപ്പാൻ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇതിലടിയെ സഹായിക്കുന്ന സാങ്കേതികമായി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും മറ്റെല്ലാവരെയും അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അളന്ന് കുലിക്ക് നല്ലൊരു അളവ് എൻ്റെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് യേശു മാത്രം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണ്. ആമേൻ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ മഹത്തായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുവാൻ അതിയായ സന്തോഷമുണ്ട്. ആദ്യമായി നമ്മുടെ ജഡ്ജസിനാണ് പരിചയപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് രാജീവ് വർഗീസ്, എൻ്റെ പ്രിയ പത്നിയാണ്. എൻ്റെ ഈ ശുശ്രൂഷയിലെ എൻ്റെ കൂട്ടുവേലക്കാരിയാണ്. കൂടാതെ വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ലേഡീസ് വിങ്ങിൻ്റെ ചുമതല കൂടിയാണ് പ്രിയപ്പെട്ട രാജി വഹിക്കുന്നത്. രാജിയെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് ശ്രീമതി വിജയ് സാറയാണ്. 28 വർഷം മുമ്പ് ശുശ്രൂഷയിലേക്ക് കടന്നു വന്നു. അന്ന് വിജയലക്ഷ്മി ആയിരുന്നു, ഇന്ന് വിജയ് സാറയാണ്. ഇവിടെ എന്നോടൊപ്പം ബൈബിൾ മ്യൂസിക്കിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട വിജയാണ്. എല്ലാ കാര്യത്തിലും എനിക്ക് സഹായഹസ്തം നീട്ടുന്ന വിജയും ഈ തരുണത്തിൽ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരെയാണ്. എൻ്റെ പേര് സ്മിതാറാണി ജയസ് എന്നാണ്. ഞാൻ കല്ലയം CSI സഭയിൽ നിന്നാണ് വരുന്നത്. ഞാൻ CSI മിഷൻ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് ഈ ബൈബിൾ ക്വിസിനെ കുറിച്ച് അറിഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബൈബിൾ ക്വിസിന് പങ്കെടുക്കുന്നത്. ഞാനൊരു ക്രിസ്തീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. പക്ഷേ ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സിലാണ് പൂർണ്ണമായിട്ട് എൻ്റെ ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞത്. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബൈബിളിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക, അതിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അറിയുക എന്നതാണ്. ടെലിവിഷൻ ചാനലിൽ നിന്നുള്ള ബൈബിൾ ക്വിസിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. എനിക്ക് ഈ ബൈബിൾ ക്വിസിൽ എല്ലാ റൗണ്ടിലും പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം. അതിന് വേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് പള്ളിയിലെ അച്ഛനാണ്. ഓ, അപ്പം കൊച്ചുമ്മയാണ്, മസ്കാവയാണ്. വെരി ഗുഡ്. ഓക്കെ. മക്കള്? എനിക്ക് 2 മക്കളുണ്ട്. മൂത്തമ്മൻ LLBക്ക് പഠിക്കുന്നു. രണ്ടാമത്തെ മോള് 10th എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ നേഴ്സാണ്. മിഷൻ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. CSI മിഷൻ ഹോസ്പിറ്റലിൽ. അപ്പോൾ അച്ഛൻ്റെ മസ്കാമ എന്നതിലുപരിയായിട്ട് എന്തെങ്കിലും കർത്താവിന് വേണ്ടി പ്രത്യേകമായി പ്രവർത്തിക്കുന്നുണ്ടോ? ഈ ബൈബിൾ ക്വിസിന് പങ്കെടുക്കുക എന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ഇങ്ങനെയുള്ള ബൈബിൾ ക്വിസിനൊന്നും പങ്കെടുത്തിട്ടില്ല. സഭയിലൊക്കെ നടത്തുമ്പോൾ പങ്കെടുത്തിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെയുള്ളതൊന്നും പങ്കെടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് അധികമായിട്ട് വചനം പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഈ ബൈബിൾ ക്വിസിലൂടെ കുറച്ചുകൂടെ നോളജ് ലഭിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും ഈ കഴിഞ്ഞ 1 വർഷം കൊണ്ട്
എനിക്ക് കുറച്ചുകൂടെ ബൈബിളിലെ കാര്യങ്ങൾ പഠിക്കാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. തുടർന്നും എന്തായിരുന്നാലും ഈ 66 പുസ്തകത്തെക്കുറിച്ച് അധികമായിട്ട് പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ദൈവം സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു വലിയ മുഖാന്തരമാണ്. മാത്രമല്ല പ്രിയപ്പെട്ട അച്ഛന് വലിയൊരു കൈത്താങ്ങായിരിക്കും. ശുശ്രൂഷയിൽ ഇപ്രകാരം ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനൊക്കെ നടത്തുമ്പോൾ ഒരു കോമ്പറ്റീഷൻ്റെ പരിധിയേക്കാൾ, ഒരു മത്സരത്തിൻ്റെ പരിധിയേക്കാൾ ഉപരിയായിട്ട് ദൈവവചനം അനേകർക്ക് പഠിക്കുവാനും അനേകരെ പഠിപ്പിക്കുവാനും ഒരു വലിയ മുഖാന്തരമാണ്. ദൈവവചനം എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഇതിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ നടത്തുന്ന 4ാമത്തെ അഖിലേന്ത്യാ ക്വിസ് മത്സരമാണ്. അപ്പോൾ ഇത് നടത്തുന്നതെന്ന് പറയുമ്പോൾ ദൈവവചനത്തിൻ്റെ മഹത്വവും മഹിമയും ലോകത്തിന് ബോധ്യമാക്കി കൊടുക്കുവാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്മിത റാണിക്ക് ഞങ്ങൾ ഹാർദമായ സ്വാഗതം കർത്താവിൽ ആശംസിക്കുന്നു. അടുത്തതായിട്ട് മിസ്സസ് മറിയാമ്മ. എൻ്റെ പേര് മറിയാമ്മ സാമുവൽ. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു മർത്തോമാ സഭാംഗമാണ്. എനിക്ക് ഹസ്ബൻഡ് 2 കുഞ്ഞുങ്ങളുണ്ട്. മോൻ ഫാമിലിയായിട്ട് UK പ്രദേശത്താണ്. മോളും ഹസ്ബൻഡും ഡോക്ടേഴ്സാണ്. അവർക്ക് 2 കുഞ്ഞുങ്ങൾ. അവർ വെല്ലൂർ CMCയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നാണ്. ഞാൻ അതുപോലെ തന്നെ രാവിലെ 7 മണിക്ക് നടക്കുന്ന ഒരു ബൈബിൾ പ്രശ്നോത്തരി ഉണ്ടല്ലോ, മാത്യൂസ് വർഗീസ് സാറ് നടത്തുന്ന ആ പ്രോഗ്രാമിൽ വല്ലപ്പോഴും ഒക്കെ പങ്കെടുക്കാറുണ്ട്. എനിക്ക് ഇവിടെ വന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് എൻ്റെ ജീവിതത്തിലെ വലിയൊരാഗ്രഹമായിരുന്നു. പല പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ എത്തി ഇന്ന് ഈ പ്രോഗ്രാമിനകത്ത് പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാത്യൂസ് വർഗീസ് സാറിൻ്റെ എല്ലാ പ്രോഗ്രാമുകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലൊരു കണ്ടസ്റ്റൻ്റായി തീരുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ക്വിസ് മത്സരങ്ങൾ ഏത് സഭയിലാണ്? മാർത്തോമ സഭയിൽ സേവിയാ സംഘത്തിന് ഇങ്ങനെയുള്ള ക്വിസ് മത്സരങ്ങളൊക്കെ സേവിയാ സംഘത്തിലുണ്ട്. ഇപ്പോൾ ഇടവ മിഷനിലുണ്ട്. അതുകൊണ്ട് ഇടവ മിഷനും ക്വിസ് മത്സരങ്ങൾ ആരംഭിച്ചു. ഏതെല്ലാം തലങ്ങളിൽ ക്വിസ് മത്സരം നടത്തുന്നു അത്രയ്ക്ക് ദൈവത്തിൻ്റെ മഹത്വമാണ് അവിടെ വിളംബരം ചെയ്യുന്നത്. കാരണം ക്വിസ് മത്സരത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും ആളുകൾ ദൈവവചനം വായിക്കുവാനായിട്ട് തുടങ്ങും. ദൈവവചനവുമായിട്ടുള്ള ബന്ധമാണ് ഇവനെ ദൈവവുമായിട്ട് അടുപ്പിക്കുന്നത്. ദൈവവചനമായിട്ട് അകന്നു പോകുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. അതുകൊണ്ട് അത് വലിയൊരു സംരംഭമാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്വിസ് മത്സരത്തിലൊക്കെ പങ്കെടുത്ത് നല്ല പരിചയത്തോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അത്രയ്ക്കില്ല, സർവീസിലായിരുന്നതുകൊണ്ട് അതൊന്നും പറ്റിയിട്ടില്ല. കഴിഞ്ഞപ്പം ഈ ബൈബിൾ അങ്ങനെയല്ലോ ഒന്ന് പഠിക്കണമെന്നുള്ള വലിയൊരാഗ്രഹമാണ്. അത് വലിയ ആഗ്രഹമാണ്, വലിയ സന്തോഷമാണ്. കാരണം ദൈവവചനമാണ് നമ്മുടെ ആത്മീയ ശുശ്രൂഷയ്ക്കുള്ള വെളിച്ചവും വളവും വെള്ളവും ആയി പ്രവർത്തിക്കുന്നത്. സന്തോഷം. ഈ ക്വിസ് മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യെസ് മിസ്റ്റർ ജോബിൻ ആൻഡ്രൂസ്. എൻ്റെ പേര് ജോബിൻസൺ ജാൻഡ്രൂസ് എന്നാണ്. ഞാൻ ഇടുക്കി കട്ടപ്പന ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ സീസെ സഭ അംഗമാണ്. ഞാൻ ഈ മത്സരത്തെക്കുറിച്ച് TV കൂടെ കേട്ടറിഞ്ഞാണ് വന്നത്. ഇതിൽ കൂടുതലായി പെർഫോം ചെയ്യാനും ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. കട്ടപ്പന എന്നാണ്. അവിടെ മാട്ടുകട്ട എന്ന് പറയുന്ന സ്ഥലമാണ്. മാട്ടുകട്ട. ഓക്കെ. എൻ്റെ സഭ സെന്റ് സ്റ്റീഫൻ സീസൈ ചർച്ച് അയ്യപ്പൻകോവിലാണ്. അവിടെ എൻ്റെ വീട്ടിൽ ഞാൻ, അമ്മ, എൻ്റെ ചേട്ടൻ, ഞങ്ങൾ 3 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇപ്പോൾ ഒരു കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിലെ കപ്പ്യാരാണ്. ദൈവവചനം കൂടുതലായി പഠിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. നേരത്തെ ബൈബിൾ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഉണ്ട്. എനിക്ക് ദൈവവേല ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ സാഹചര്യങ്ങൾ അങ്ങ് സാധ്യമായി തീർന്നില്ല. പക്ഷെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സാറ് ഇടുന്ന എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം അയക്കുന്നുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ എനിക്ക് ഇത് കിട്ടുന്നില്ല. അവിടെ നെറ്റ് കിട്ടാൻ ഇച്ചിരി പാടാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ആദ്യമായിട്ട് ലഭിക്കുന്ന ഉത്തരത്തിനാണ് സമ്മാനം നൽകുന്നത്. കൃത്യമായ ഉത്തരത്തിനാണ്. എങ്കിലും 3 പ്രാവശ്യം എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. മാരീഡ് ആണോ? അല്ല, ഫാമിലി ഇല്ല. അപ്പോൾ ഈ വിവാഹത്തിന് വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നോക്കുകയല്ല, നടത്തണം. 39 വയസ്സായി. അത് സാരം, അതിന് പ്രായമൊന്നുമല്ല. അതൊന്നും ഒരു കാര്യമില്ല. കർത്താവിനോട് പറഞ്ഞാൽ അതെല്ലാം ഏറ്റവും മനോഹരമായിട്ട് നടത്തി തരും. അപ്പോൾ ഇതതിനൊരു മുഖാന്തരം കൂടിയാണ്. പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. യെസ്. എൻ്റെ പേര് ബീന ജോസഫ്. ഞാൻ തിരുവനന്തപുരത്ത് ചെറിയ ഉണ്ണി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്.
ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡ് വിളപ്പിൽ സഭയിലെ മെമ്പറാണ്. വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്കും സാധിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2023 നടന്ന ക്രിസ്ത്യൻ ക്രൗൺ എന്ന ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലും പങ്കെടുക്കാൻ ദൈവം സഹായിച്ചു. അതെൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. ഈ ബൈബിൾ ക്വിസും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ബീന ജോസഫ് എനിക്ക് പരിചയമുള്ള മുഖമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബൈബിൾ ക്രൗഡിൽ സെക്കൻഡ് പ്രൈസ് അടിച്ചുകൊണ്ട് പോയതാണ് അല്ലേ? അതെ. അത് പിന്നെ യാതൊരു വിവരവും ഇല്ല. ഞാനും രാവിലെയുള്ള ബൈബിൾ ക്രൗഡ് ആൻസർ അയക്കാറുണ്ട്. അതെ, ബൈബിൾ ക്രൗഡ് ഞാൻ ക്വസ്റ്റ്യൻ പറയത്തുള്ളൂ. പക്ഷേ എനിക്ക് ആരാണ് ആൻസർ തന്നതെന്നോ ആർക്കാ സമ്മാനം നേടുവാൻ കഴിഞ്ഞതെന്നോ ഞാൻ ചോദിക്കാറില്ല. കാരണം അതൊരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ അവർ സമ്മാനം ആരാണ് മറുപടിയൊക്കെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ആദ്യമേ കിട്ടുന്ന ഉത്തരത്തിലാണ് ഉടൻ തന്നെ ഇവിടുന്ന് സമ്മാനം ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്നെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുക, ഉത്തരം നൽകുക, അത് തീരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ബൈബിൾ ക്വിസ് ഡിപ്പാർട്ട്മെൻറ്റാണ്, അവിടുത്തെ സ്റ്റാഫാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ഇതേ സ്റ്റാൻഡേർഡിൽ അത് പോകുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് KSRTC കണ്ടക്ടറാണ്. ഇപ്പം ദൈവവേലയൊക്കെ എങ്ങനെയുണ്ട്? പഴയ പോലെ പ്രവർത്തിക്കുന്നുണ്ടോ? അത് കൂടുതലായിട്ടുണ്ടോ? രണ്ടുപേരും സൺഡേ സ്കൂൾ ടീച്ചറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ചർച്ചിലെ എല്ലാ ആക്ടിവിറ്റീസിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്നിടത്തോളം പങ്കെടുക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇതന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിനിയും ചർച്ച വിട്ട് പ്രവർത്തിക്കണം. എന്നാൽ ചർച്ച വിട്ടെന്ന് പറഞ്ഞാൽ സഭ വിടുക എന്നല്ല, പുറത്തേക്ക് അകത്തുള്ള പ്രവർത്തനം ഇനിയും പുറത്തേക്ക് വരണം. എന്നാലേ നമുക്ക് അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ കഴിയുള്ളൂ. പള്ളിക്കകത്തെ പ്രവർത്തനം നമ്മുടെ സ്വന്തം ആത്മീയ വർധനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അനേകരെ യേശുവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ നമ്മുടെ കാലെടുത്ത് പുറത്തേക്ക് വെക്കണം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ ബൈബിൾ ക്രൗൺ ക്വിസ് കോമ്പറ്റീഷൻ അതിനൊരു മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ. ഇതിൻ്റെ ഘടനയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ബീനയ്ക്കറിയാം, പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ ഇവിടെ 4 റൗണ്ടാണുള്ളത്. ഒന്നാമത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ 4 ചോദ്യങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോ ചോദ്യം വീതം. ആ ചോദ്യത്തിന് ശരിയായ മറുപടി ലഭിക്കുകയാണെങ്കിൽ 5 മാർക്ക് ലഭിക്കും. മാർക്ക് അവസ്ഥ പറയുമ്പോൾ ഉത്തരം അറിഞ്ഞുകൂടാ എങ്കിൽ പാസ് എന്ന് പറയാം. അതല്ലാതെ നമ്മൾ ഊഹിച്ചൊരു ഉത്തരം പറഞ്ഞിട്ട് അത് തെറ്റുകയാണെങ്കിൽ -2 മാർക്കായിരിക്കും. ഓൾറൈറ്റ്. അപ്പോൾ അങ്ങനെ ആണ് അതിൻ്റെ സംവിധാനം. അതുകൂടാതെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടിൽ ആ ഒരു റൗണ്ട് കഴിയുമ്പോൾ പിന്നെ അടുത്ത റൗണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടിൽ ഇതേ കാര്യം 4 ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ അറിയാമെങ്കിൽ 5 മാർക്ക്, ശരിയായ ഉത്തരങ്ങൾക്ക് 5 മാർക്കാണ്. രണ്ടാമത്തെ ചാൻസ്, അതായത് ഒരാൾക്ക് അറിഞ്ഞുകൂടെ അടുത്ത ചാൻസിലേക്ക് ആ ചോദ്യം പോകുമ്പോൾ അടുത്തയാൾക്ക് 4 മാർക്ക് അതിനുണ്ടാകുള്ളൂ ചോദ്യത്തിന്. അപ്പോൾ തെറ്റിയാൽ എല്ലാവർക്കും 2 മാർക്ക് പെനാൽറ്റി ഉണ്ട്. ഏത് കാര്യത്തിൽ തെറ്റിയാലും പെനാൽറ്റി പോയിൻറ്റ്സ് 2 മാർക്കുണ്ട്. ഓൾറൈറ്റ്, അതാണ്. അപ്പോൾ അത് പുതിയ നിയമ റൗണ്ട്. അടുത്തതായിട്ട് ടെസ്റ്റ് മണി റൗണ്ട്, നമ്മുടെ സാക്ഷ്യത്തിൻ്റേതായിട്ടുള്ള റൗണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിനെ കണ്ടുമുട്ടിയതുണ്ട്, കർത്താവ് പ്രവർത്തിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ഉള്ള സാക്ഷ്യങ്ങൾ, താങ്കൾ എത്ര വലുതോ ചെറുതോ ആയ സാക്ഷ്യങ്ങൾ നമുക്കെല്ലാവരും അനുഭവമുള്ളതുകൊണ്ടാണ് ഇവിടെ വരുന്നതിന് ഒരു സാക്ഷ്യമില്ല ആർക്കും ഇവിടെ വരാൻ സാധ്യത ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു സമ്മാനത്തിന് വേണ്ടി അവിടെ നിന്ന് ബന്ധപ്പെട്ട് വരികയല്ല. അതിനേക്കാൾ ഒരു കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ടാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്. നിങ്ങളിവിടെ നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങൾ നമ്മൾ അറിയാത്തവരും മനസ്സിലാക്കാത്തവരും നമ്മെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരും നമ്മൾ കണ്ടിട്ടില്ലാത്തവരും കേട്ടിട്ടില്ലാത്തവരുമായ 10,000-കണക്കിന് സഹോദരങ്ങൾ നിങ്ങളെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സാക്ഷ്യം ഒരു പക്ഷേ അതിൽ അനേകരെ സ്പർശിക്കുവാൻ ദൈവം എടുത്ത് ഉപയോഗിക്കും. അപ്രകാരമുള്ള അവസരത്തിലാണ് ആദ്യത്തെ റൗണ്ടിൽ തന്നെ അങ്ങനെ ഒരു അവസരം ഒരുക്കുന്നത്. അതാണ് ടെസ്റ്റിമണി സാക്ഷ്യം. 5 മിനിറ്റ് സാക്ഷ്യത്തിനുണ്ട്. പോരാ, അല്പം കൂടി നീട്ടുപോയാലും ഞാൻ അതിനകത്ത് മൗനം ആരംഭിക്കും. കാരണം ഒരു സാക്ഷ്യമാണ്, അതിനെ പിടിച്ചു നിർത്താനോ മാർക്കിടാനൊന്നും പറ്റിയ കാര്യമില്ല. എങ്കിലും ഒരു മത്സരത്തിൻ്റേതായിട്ടുള്ള അവസ്ഥയിൽ എല്ലാവർക്കും ചെറിയൊരു മാർക്ക് അതിനുവേണ്ടി അലോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ടെസ്റ്റിമണി റൗണ്ട്, സാക്ഷ്യ റൗണ്ട്. അവസാനത്തേത് റാപ്പിഡ് റീഡിംഗ് റൗണ്ടാണ്. ഈ റാപ്പിഡ് റീഡിംഗ് റൗണ്ട് എന്ന് പറയുമ്പോൾ അത് തരുന്നൊരു വേദഭാഗം പെട്ടെന്നെടുത്ത് വായിക്കണം. ആരാണ് ആദ്യമായിട്ട് കൃത്യമായത് വായിക്കുമ്പോൾ അവർക്കായിരിക്കും അതിൻ്റെ സമ്മാനങ്ങൾ ലഭിക്കുന്നത്. അതിൽ 2 മാർക്ക് വീതമാണുള്ളത്. 2 പേർ ഒരുപോലെ വായിച്ചാൽ ഒരുപോലെ മാർക്കുകൾ വിഭജിക്കപ്പെടും. തെറ്റായിട്ട് വായിച്ചാൽ -1 മാർക്ക്. അപ്പോൾ കിട്ടുന്നില്ല എങ്കിൽ മടക്കി വെച്ചാൽ ഒരു നഷ്ടവുമില്ല. പക്ഷേ ശരിയാണെന്ന് വെച്ച് വേറെ വാക്യം വായിച്ച് എന്നെ തെറ്റിക്കാൻ ശ്രമിച്ചാൽ -1 മാർക്ക് പെനാൽറ്റി ഉണ്ടായിരിക്കും. ഓൾറൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കിൻ്റെയും ചോദ്യങ്ങളുടെയും ഘടന. ഇതിനെക്കുറിച്ച് പ്രത്യേകം വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? റൈറ്റ്.
Everything is fine. Shall we start? ആദ്യമേ നമ്മുടെ പഴയ നിയമത്തിൽ നിന്നാണ്. ആദ്യത്തെ ചോദ്യം സ്മിത റാണിക്കാണ്. റൈറ്റ്? വളരെ ലളിതമായൊരു ചോദ്യമാണ്. യിരെമ്യാവിനെ കുഴിയിലിട്ടു എന്ന വിവരം സിദ്ദെക്കിയ രാജാവിനെ അറിയിച്ചത് ആരായിരുന്നു? പാസ്സാണ്. കുറച്ച് എന്തോ ഏബത്ത് മലേക്കിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു വിശേഷണം? ഏബത്ത് മലേക്ക് ശരിയായ ഉത്തരവാണ്. എന്നാൽ അതിനേക്കാൾ ഇച്ചിരുടെ ഒരു 2 വാക്ക് വിശേഷണം എൻ്റെ മുൻപിലുണ്ട്. ഏബത്ത് മലേക്ക് ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെയുള്ള ഒരു ചെറിയ വിശേഷണമുണ്ട്. അത് ഞാൻ ചോദിക്കുകയാണ്. എന്തോ ഓർക്കുന്നില്ല. റൈറ്റ്, ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഏബത്ത് മലേക്ക് ഒരു കൂഷ്യനായിരുന്നു, യഹൂദനല്ല. കൂഷ്യൻ എന്ന് പറഞ്ഞാൽ എത്യോപ്യ രാജ്യക്കാരനായിരുന്നു. ഏബത്ത് മെലോക്ക് ഷണ്ഡനായിരുന്നു. തിരുവചനത്തിൽ പറയുന്നത് കൂഷ്യനായ ഷണ്ഡനായ ഏബത്ത് മെലേക്ക്, അദ്ദേഹം രാജധാനിയിലെ പരിചാരകനായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഉത്തരം എന്ന് പറയുമ്പോൾ അതിന് വളരെയധികം പ്രാധാന്യം 2 വാക്കുകൾക്കുണ്ട്. കാരണം ഒരു യഹൂദനല്ല, ദൈവത്തെ അറിയുന്നവനല്ല, അവനാണ് യിരെമ്യാവ് കുഴിയിൽ കിടക്കുന്നു എന്നുള്ള വിവരം ചെന്ന് രാജാവിനോട് പറയുന്നു. യഹൂദന്മാർ പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. പക്ഷേ ദൈവം ഉപയോഗിച്ചത് ഏബത്ത് മെലേക്കിനെയാണ്. റൈറ്റ്? പക്ഷേ മിസ് മറിയാമ്മയ്ക്ക് 4 മാർക്സ്. റൈറ്റ്? ഓൾറൈറ്റ്, ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായവും ബൈബിളിലെ മറ്റൊരു പുസ്തകത്തിലെ അധ്യായവും ഒരുപോലെയാണ്. ഏതാണ് ആ പുസ്തകം, അധ്യായം? പാസ്സാണ്. യെസ് മിസ്റ്റർ ജോബിൻ. പാസ്സാണ്. ബീന പാസ്സാണ്. സ്മിത റാണി കുറച്ച്. അപ്പോൾ ഞാൻ അതിൻ്റെ മറുപടി പറയാം. 1, നെഹമ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായവും എസ്രായുടെ പുസ്തകം 2-ാം അധ്യായവും ഒരുപോലെയാണ്. റൈറ്റ്? നല്ലൊരു ചോദ്യമാണ്. ക്വിസ് കോമ്പറ്റീഷനൊക്കെ കുറിച്ചിട്ടു. റൈറ്റ്? ഓക്കെ. അതിൻ്റെ ആദ്യത്തെ തലവാചകം മാത്രം അല്പം വ്യത്യാസം. ബട്ട് ദ ഹോൾ ചാപ്റ്റർ ഇസ് ദ സെയിം. ഓൾ റൈറ്റ്? സോ നോ മാർക്സ് ഫോർ എവരിബഡി. ഫോർ എനിബഡി. റൈറ്റ്? നോ മാർക്സ്. ഗോട്ട് ഇറ്റ്. മൂന്നാമത്തെ ചോദ്യം ഇവിടെ ജോബിനോടാണ്. വളരെ എളുപ്പമായ ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ കപ്പ്യാർന്നുള്ളതിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇത് വളരെയധികം ഈസി ആയിട്ടൊരു ചോദ്യമാണ്. ഒരു വ്യക്തിയുടെ പേരുള്ള ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഏത്? എന്തോ? രൂത്ത്. വളരെ തെറ്റാണ്. -2 മാർക്സ്. പറയൂ. യോശുവ. വളരെ ശരിയാണ്. ബീന ജോസഫ് ഗെറ്റ്സ് 4 മാർക്സ്. നാലാമത്തെ ചോദ്യം ബീന ജോസഫിനോടാണ്. വളരെ ബീനയ്ക്ക് ഈസിയായിട്ട് ഉത്തരം പറയാവുന്ന ചോദ്യമാണ്. ഞാൻ പ്രത്യേകമായിട്ട് ആർക്കും വേണ്ടി ചോദിച്ചിട്ടുണ്ട്. കിട്ടുന്ന ചോദ്യം അതുപോലെ ഇവിടെ വെച്ച് വായിക്കുകയാണ്. ഓൾറൈറ്റ്. 2 ഭാര്യമാരുണ്ടായിരുന്ന ബൈബിളിലെ ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? ലാമെക്ക്. വളരെ ശരിയായ ഉത്തരമാണ്. 5 മാർക്സ് ഫോർ ബീന ജോസഫ്. ഓൾറൈറ്റ്. സോ വി കം ടു ദ എൻഡ് ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട് ഇവിടെ പൂർണ്ണമാകും. ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം മിസ്റ്റർ ബീന ജോസഫിനോടാണ്. ചോദ്യം ഇതാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട തൻ്റെ അടുക്കൽ കൊണ്ടുവന്ന സ്ത്രീയോട് യേശു അവസാനമായി പറഞ്ഞ വാചകം എന്താണ്? പോക, ഇനി പാപം ചെയ്യരുത്. എക്സാക്ട്ലി റൈറ്റ്. പോവുക, ഇനി പാപം ചെയ്യരുത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. സോ 5 മാർക്സ് ഫോർ ബീന ജോസഫ്. രണ്ടാമത്തെ ചോദ്യം മിസ്റ്റർ ജോബിൻ ഇടുക്കി. റൈറ്റ്? ഓക്കെ. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് തോമസ് യേശുവിനെ കണ്ടത്? എന്തോ? 3. കേട്ടില്ലേ? എന്തോ? 3 ദിവസം. 3 ദിവസം. -2 മാർക്സ് ഫോർ മിസ്റ്റർ ജോബിൻ ആൻഡ്രൂസ്. ആൻഡ് മിസ് മറിയാമ്മ, ഡു യു ഹാവ് ആൻ ആൻസർ? 8 ദിവസം. 8 ദിവസം ശരിയായ ഉത്തരമാണ്. 4 മാർക്ക്. 4 മാർക്സ് ഫോർ മറിയാമ്മ സാമുവൽ. റൈറ്റ്? ഓക്കെ. അടുത്ത ചോദ്യം മറിയാമ്മ സാമുവലിനോട് തന്നെയാണ്.
യേശുവിന് ബേത്സെബൂൽ ഉണ്ട് എന്ന് പറഞ്ഞവർ ആരൊക്കെയാണ്? ഉറച്ചു പറയണം. പരീശന്മാർ, എന്തോ ശാസ്ത്രിമാർക്കൊരു വിവരണമുണ്ട് അതിനു മുമ്പ്. യെരുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രി. ഓക്കെ, ഞാൻ എന്തായാലും മാർക്ക് കുറയ്ക്കുന്നില്ല. 5 marks ഫോർ മറിയാമ്മ സാമുവൽ. ബേൽസെബൂൽ ഉണ്ടെന്ന് പറഞ്ഞത് പരീശന്മാരും മത്തായിയുടെ സുവിശേഷം 12:24 യെരുശലേമിൽ നിന്നും വന്ന ശാസ്ത്രിമാരാണെന്ന് പറഞ്ഞത് മർക്കോസിന്റെ സുവിശേഷം 3:22. ഓൾറൈറ്റ്, അടുത്ത ചോദ്യം മിസസ് സ്മിത റാണിയോടാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിനെ ദൈവപുത്രൻ എന്ന് എത്ര പ്രാവശ്യം വിളിച്ചിരിക്കുന്നു? 2 പ്രാവശ്യം. 1 പ്രാവശ്യം മാർക്ക് കുറയ്ക്കുന്നുള്ളൂ. -2 ഫോർ മിസസ് സ്മിത റാണി. അടുത്തത് ചാൻസ് മിസസ് ബീന ജോസഫിനാണ്. മിടുക്കി, പാസ് ചെയ്തിരിക്കുന്നു വളരെ വിദഗ്ധമായിട്ട്. യെസ് മിസ്റ്റർ ജോവിൻ. യെസ് അഗൈൻ, വണ്ടർഫുൾ. പാസ്. റൈറ്റ്, 10 പ്രാവശ്യം ആണ് വിളിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 10 പ്രാവശ്യമാണ്. അത് നല്ല ക്വസ്റ്റ്യനാണ്. ഓൾറൈറ്റ്, ഓക്കെ. സോ ദാറ്റ് ബ്രിങ്സ് us to the end of New Testament round. ആഗോള ക്രൈസ്തവ വിശ്വാസി സമൂഹങ്ങൾക്ക് ബൈബിൾ ചരിത്ര സംഭവങ്ങളുടെ നേർസാക്ഷ്യ ദൃശ്യവിസ്മയങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്ക് ലോക വിശ്വാസി തീർത്ഥാടക സമൂഹത്തിന് അനുഗ്രഹപൂർവ്വം സമർപ്പിക്കുന്ന നവ്യദൃശ്യാനുഭവങ്ങൾ. നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഉൽപ്പത്തി 1:1 ദൈവം ആദിയിൽ ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു, എല്ലാം നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ദൈവത്തിന് എല്ലാ മഹത്വവും നൽകിക്കൊണ്ട് ഏറ്റുപറയുന്നു, എല്ലാം മനോഹരമായിരിക്കുന്നു. അപ്പസ്തോലന്മാർ പറഞ്ഞതുപോലെ ഞങ്ങൾ കണ്ടതും കേട്ടതും വായിച്ചതും പഠിച്ചതും പ്രത്യേകിച്ച് നമ്മുടെ ഡാനിയേൽ അച്ഛനിലൂടെ ഞങ്ങൾ പഠിച്ചതുമെല്ലാം ഇന്ന് ഞങ്ങൾ മറ്റൊരു രീതിയിൽ ഇവിടെ കണ്ടു. ഈ പ്രദേശം അനേകായിരങ്ങളെ ദൈവത്തിലേക്ക് നയിക്കുന്ന ഒരു താബോർ ആകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്ക്, പെരിങ്കൂർ, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 0472-283-4848, 0472-283-4949, 9495-828444, 9495-998555. അടുത്തതായിട്ട് ടെസ്റ്റ് മണി റൗണ്ടാണ്. അപ്പോഴാദ്യമേ മിസസ് സ്മിത റാണി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ 2012 വർഷം ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് ഒരു പനി വന്ന് ഹോസ്പിറ്റലിൽ പോയി മെഡിസിനൊക്കെ വാങ്ങിച്ചെങ്കിലും കുറഞ്ഞില്ല. അവസാനം ഞാൻ തന്നെ ഇഞ്ചക്ഷൻ കൊടുത്തായിരുന്നു. സാധാരണ ടെസ്റ്റ് ഡോസ് ഇട്ട് അരമണിക്കൂറിനേക്കാളും സമയം എടുത്താണ് ഞാൻ ഇഞ്ചക്ഷൻ കൊടുത്തത്. അത് കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല, പനിയൊക്കെ മാറി. ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ഛർദിൽ വന്നു, അധികമായിട്ട് വിയർക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ ചിന്ത പനി മാറാൻ വേണ്ടിയായിരിക്കും അങ്ങനെയെന്ന്. അത് കഴിഞ്ഞപ്പോഴേക്കും ദേഹമൊക്കെ കുഴയുമ്പോഴത്തെ അവസ്ഥ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർമാർ പറഞ്ഞത് പനിയുടെ ഇതുകൊണ്ടാണ്, മയോകാർഡൈറ്റീസ് ആണെന്ന് ഇങ്ങനെ പറയുണ്ടായി. അപ്പം എൻ്റെ ചിന്ത കുഴപ്പമൊന്നുമില്ല, അത് ഇൻഫെക്ഷൻ അല്ലേ, അങ്ങ് മാറുമെന്നുള്ളൊരു ചിന്തയായിരുന്നു. ഞാനും എൻ്റെ ബ്രദറും പപ്പയും കൂടെയാണ് പോയത്. ഞാൻ കണ്ണു വെച്ച് തുറക്കുമ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഐസിയിലോട്ട് മാറ്റി, കാഷ്വാലിറ്റിയിൽ നിന്ന് ഐസിയിലോട്ട് മാറ്റി. അപ്പം ഞാൻ വിചാരിച്ചു ഐസിയിലായല്ലോ, ഇനി ഒബ്സർവേഷൻ ആയിരിക്കും.
എന്നിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിലിങ്ങനെ കടന്നു വന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ബ്രദറിനെയൊക്കെ പറഞ്ഞ് വീട്ടിൽ വിട്ടു. ഞാൻ ഐസിയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ സീനിയർ ഡോക്ടറൊക്കെ ഓടി ഐസിനകത്ത് കയറുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഹസ്ബൻഡിനെക്കാളും സീരിയസ് ആയിട്ട് ആരെങ്കിലും കാണുമായിരിക്കും എന്നുള്ള ചിന്തയായിരുന്നു. എന്നാലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവെ, ഒരു അനർത്ഥവും സംഭവിക്കാതെ ദൈവം കാത്തോളേന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഐസിനകത്തോട്ട് കയറ്റി. എന്നിട്ട് സാർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇഞ്ചക്ഷൻ ടെസ്റ്റ് ഇട്ട് ഇഞ്ചക്ഷൻ കൊടുത്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് വെച്ചാൽ എവിടെ നിന്ന് കൊടുത്തതെന്നാണ്. അപ്പം സ്വന്തമായിട്ട് കൊടുത്തതെന്ന് പറയാനുള്ള ഒരു പേടിയുണ്ട്. അടുത്ത ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് ഞാൻ ഇഞ്ചക്ഷൻ ടെസ്റ്റ് ഇട്ട് കൊടുത്തതാണെന്നാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചുറ്റും വെൻറ്റിലേറ്റർ ഇരിപ്പുണ്ട്, ഡീപ്പിപ്പുണ്ട്. എപ്പോൾ എന്ത് വേണമെങ്കിൽ സംഭവിക്കാവുന്ന രീതിയിൽ എൻ്റെ ഹസ്ബൻഡ് കിടക്കുകയായിരുന്നു. ഞാൻ ഒരു നിമിഷം നോക്കിയിട്ട് അപ്പോൾ സാറ് പറഞ്ഞു ഒന്നും പറയാൻ പറ്റത്തില്ല, BP താന്നുകൊണ്ടിരിക്കുന്നു, പൾസ് റേറ്റൊക്കെ താന്നുകൊണ്ടിരിക്കുകയാണ്, 47 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പരിചയമുള്ള സിസ്റ്റർമാരായിരുന്നു ആ ഐസിയുനകത്തുണ്ടായിരുന്നത്. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു, എടി ഇത് അനോഫലിറ്റി ഷോക്കാണ്, എന്താണ് സംഭവിക്കുന്നതെന്നും പറയാൻ പറ്റത്തില്ല, നിനക്കറിയാലോ എന്ന് ചോദിച്ചു. ഞാൻ വളരെയധികം ഭാരത്തോടെ തന്നെ ഐസിൻ്റെ വെളിയിൽ ഇറങ്ങിപ്പോയി. ആശ്രയിപ്പാൻ ആരുമില്ലാത്തൊരു അവസ്ഥ. എൻ്റെ പപ്പ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. എൻ്റെ പപ്പയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ഒരു ഐസിൻ്റെ ആ കോറിഡോറിൻ്റെ ഒരു സൈഡിൽ ചെന്നിരുന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് ഈ ആശുപത്രിയിൽ വന്നത്, ഒരിക്കലും ഒറ്റയ്ക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഇടത് എൻ്റെ കർത്താവ് വരുത്തരുതേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്ക് ചുറ്റുപാട് എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. എല്ലാവരും ഡോറ് തുറന്ന് പുറത്ത് പോകുന്നു, അകത്ത് വരുന്നു, ഇങ്ങനെ ഒരു അവസ്ഥ. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചത്, കർത്താവെ, ഞാൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ആയിരിക്കുന്നത്, ഒരിക്കലും എന്നെ നീ ഒറ്റപ്പെടുത്തരുതേ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ ജനനം മുതൽ ഈ 2012 വരെ അറിഞ്ഞ ദൈവത്തെ അല്ല ഞാൻ ആ സമയം അവിടെ അറിഞ്ഞത്. എൻ്റെ ഭാരങ്ങളെല്ലാം അറിയുന്ന ഒരു കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന ഒരു വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു പോകേണ്ട, ഞാൻ എൻ്റെ ദൈവമാകുന്നു എന്നൊരു വചനം ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സാർ എന്നെ അകത്തോട്ട് വിളിച്ചു. സാർ പറഞ്ഞു മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടെ നിർത്തിയില്ല. ഞാൻ തുടർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു അത്ഭുതം എന്ന് പറയാം, പിറ്റേ ദിവസം നേരം വെളുത്ത സമയത്ത് ഈ 48 മണിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ കർത്താവ് എൻ്റെ ഹസ്ബൻഡിൻ്റെ BP എല്ലാം നോർമലായും തുടങ്ങി, പൾസ് റേറ്റ് എല്ലാം നോർമലായി, വെൻറ്റിലേറ്ററോ ഒന്നും എൻ്റെ ഹസ്ബൻഡിൻ്റെ ശരീരത്തിൽ ഘടിപ്പിക്കേണ്ട എൻ്റെ കർത്താവ് വരുത്തിയില്ല. എനിക്കപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഞാൻ വിളിച്ചവൻ വിശ്വസ്തനാണ്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും ഞാൻ എൻ്റെ കർത്താവിനെയാണ് മുറുകെ പിടിച്ചിട്ടുള്ളത്. ഞാൻ ദൈവത്തെ കൂടുതൽ അറിഞ്ഞാൽ, പക്ഷേ എൻ്റെ മോൻ ആ സമയത്ത് 7 വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ ഐസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞ് എൻ്റെ ഭവനത്തിൽ ഇരുന്നും കൊണ്ട് അവൻ്റെ പപ്പയ്ക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ പിറ്റേ ദിവസം രാവിലെ ഓടി വന്നിട്ട് ചോദിച്ചത്, അമ്മ പപ്പയ്ക്ക് എങ്ങനെയുണ്ടെന്ന്. അവൻ അറിയത്തില്ല അവൻ്റെ പപ്പയ്ക്ക് എന്താണെന്ന്, പനിയെന്ന് മാത്രമേ അറിയത്തുള്ളൂ എന്ന്. പക്ഷേ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന എൻ്റെ കർത്താവ് അത്രത്തോളം കേട്ടു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ മാത്രമല്ല, എൻ്റെ സഹോദരങ്ങളെല്ലാം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു. പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് പരിപൂർണ്ണ സൗഖ്യത്തോടെ എൻ്റെ ഹസ്ബൻഡ് ഭവനത്തിൽ വന്നു. അവസാനം ബ്ലഡിൻ്റെയൊക്കെ റിസൾട്ട് വന്നപ്പോഴേ അത് ലെപ്റ്റോസ്പൈറോസിസ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നാലും ആ ലെപ്റ്റോസ്പൈറോസിസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് റീനൽ ഫെയിലിയറൊക്കെയാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം എൻ്റെ കർത്താവ് എൻ്റെ ഹസ്ബൻഡിനെ വിടുവിച്ചു. ഇന്നും ജീവനോടെ ഇവിടെ ആക്കിയിരിക്കുന്നു. കുറച്ചുകൂടെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുവാനുള്ള കൃപ ദൈവം എൻ്റെ ഭർത്താവിന് കൊടുത്തു. ഞങ്ങളിപ്പോൾ കുടുംബമായി തന്നെ ശുശ്രൂഷയിലായിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. സ്മിത പ്രാർത്ഥിച്ചത് എൻ്റെ ഭർത്താവിനെ വിടുകയാണ്, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിനോട് പ്രവർത്തിക്കാം എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം എന്താ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് മുൻപോട്ട് കൊണ്ടുപോയിട്ടുള്ളത്? വർദ്ധിപ്പിച്ചിട്ടുണ്ടോ അതോ നമ്മുടെ സഭയിലൊക്കെ ഉള്ള ഇടവകയിലുള്ള പ്രവർത്തനം? സാർ, ഞാൻ ഒരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഇങ്ങനെയുള്ള പ്രതിസന്ധിയിലൊക്കെ കടന്നു വന്ന രോഗികൾക്ക് എൻ്റെ ഒരു സാക്ഷ്യം അവർക്കൊരു പ്രചോദനമായിട്ടാണ് ഞാൻ തോന്നിയിട്ടുള്ളത്. ഇതെൻ്റെ ജീവിതത്തിലെ ഒരു സാക്ഷ്യം മാത്രമാണ്. തുടർന്ന് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ സർവശക്തനായ ദൈവം എന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു വിശ്വാസമുള്ളതെന്ന് വെച്ചാൽ ഏത് വൈദ്യശാസ്ത്രത്തെക്കാളും വലിയൊരു വൈദ്യൻ എൻ്റെ കർത്താവ് മാത്രമാണ്. എൻ്റെ കർത്താവ് മാത്രമാണ് നമുക്കൊരു രക്ഷയുള്ളത്. അദ്ദേഹത്തിൻ്റെയും ആ ഒരു സാക്ഷ്യം വേണമല്ലോ. അതുകൊണ്ട് എന്നെ ഒരുമിച്ച് ഉള്ള സാക്ഷ്യമാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. ഞാൻ ഒരു ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവിൻ്റെ വേലക്കാരെന്നുള്ള രീതിയിൽ എനിക്കത് ഓർമ്മിപ്പിക്കാതിരിക്കാൻ ഞാനൊരു ക്വിസ് മാസ്റ്ററായിട്ടല്ല ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. കർത്താവിൻ്റെ ഒരു എളിയ ദാസൻ എന്നുള്ള നിലയിലാണ്. അപ്പോൾ നാം നമ്മുടേതായിട്ടുള്ള പ്രയാസ പ്രതിബന്ധി സന്ധികളിലൊക്കെ നമ്മൾ പലതും പ്രാർത്ഥിക്കും. അത് പ്രാവർത്തികമാക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ
ഭർത്താവുമായിട്ട് പ്രവർത്തിക്കണം. ചെയ്യുന്നുണ്ട്. Alright? ദൈവം അനുഗ്രഹിക്കട്ടെ. ഷീ ഗെറ്റ്സ് 3 marks ഫോർ ടെസ്റ്റിമണി. സ്മിത റാണിക്ക് 3 മാർക്ക്. യെസ്, അടുത്തതായിട്ട് മിസ്സസ് മറിയാമ്മ സാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിന്നിവിടെ നിൽക്കുന്നത് തന്നെ ഒരു സാക്ഷ്യമാണ്. എനിക്ക് ചെറിയ രണ്ട് സാക്ഷ്യമായിട്ട് ഞാൻ ചുരുക്കി പറയാം. ഒന്ന് എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലാണ്. ഞാൻ 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എൻ്റെ ടീച്ചർ എന്നോട് ചോദിച്ചു, മറിയാമ്മയ്ക്ക് ആരാകാനാണ് ആഗ്രഹം? എല്ലാവരോടും ചോദിച്ചു, ഞാൻ മാത്രം ഇങ്ങനെ ഞങ്ങാതിരുന്നപ്പോൾ എന്നോട് ആകാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചു. ഞാൻ എല്ലാവരും ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെ എല്ലാം പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ബാങ്കിലൊരു ജോലി ലഭിക്കണം. പക്ഷെങ്കിൽ എന്നെ അന്ന് പ്രീ ഡിഗ്രിക്ക് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിപ്പിച്ചു. അഡ്മിഷനെല്ലാം ശരിയാക്കി നഴ്സിങ്ങിന് പോകാനുള്ള. പക്ഷെങ്കിൽ എൻ്റെ ബ്രദേഴ്സ് പറഞ്ഞു, ഞാനൊരു മോളാണ്, എൻ്റെ മാതാപിതാക്കൾക്ക് 4 ബ്രദേഴ്സുമാണ്. അവർ പറഞ്ഞു അവളെ വിടണ്ട. അങ്ങനെ ഞാൻ ബാങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ BCom പാസ്സായി, ബാങ്കിലൊരു ജോലി ലഭിച്ചു. ഞാൻ ഈ ബാങ്കിൽ പോകുമ്പം ഞാനൊരു ബൈബിൾ എൻ്റെ കയ്യിൽ കരുതുന്ന ഒരു പതിവുണ്ടായിരുന്നു. എനിക്ക് അധികം പ്രവർത്തിക്കാനായിട്ട് പറ്റത്തില്ല. വൈകുന്നേരം വീട്ടിൽ വന്നാൽ വീട്ടിലെ ജോലികൾ, കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട്. അമ്മയുണ്ട് വീട്ടിൽ, എൻ്റെ ഹസ്ബൻഡുണ്ട്, കുഞ്ഞുങ്ങൾ, അങ്ങനെ അധികം ദൈവത്തിനായിട്ട് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇനി ഒരു ബൈബിൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഹിന്ദു, കാർത്തിക എന്ന് പറയുന്നൊരു മോളുണ്ടായിരുന്നു. അവൾ എൻ്റെ മോൻ്റെ പ്രായമേ ഉള്ളൂ. അവളായി എന്നോട് ചോദിക്കും, ആൽസ്മാമേ ഞാൻ ഈ ബൈബിൾ എടുത്തൊന്ന് വായിച്ചോട്ടെ. ഞാൻ പറഞ്ഞു വായിച്ചോ. അവൾക്ക് ഞാൻ കൂടുതൽ സമയം അനുവദിച്ചു കൊടുത്തു. ഞാനെന്നാൽ ബാങ്കിൻ്റെ മാനേജരായിരുന്നു. ഞാൻ വായിച്ചോളാൻ പറഞ്ഞു. അവൾ വായിച്ചു. എനിക്ക് തോന്നുന്നു അവളൊരു 10 ആവർത്തിയെങ്കിലും അത് വായിച്ചിട്ടുണ്ട് ഇപ്പം. അതുപോലെ തന്നെ അവിടെ വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം അവളെടുക്കുന്ന തീരുമാനമായിരുന്നു അവൾ യേശുവിനെ അറിഞ്ഞതിന് ശേഷം. അത് അവളിലൂടെ അനേകർ ദൈവത്തെ അറിയുവാനിടയാകുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അങ്ങനെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അതൊരു സാക്ഷ്യം. പിന്നൊന്നുള്ളത് എൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എൻ്റെ വിവാഹം എൻ്റെ ഡിമാൻഡ്, ഞങ്ങൾ ഓർത്തഡോക്സുകാരായിരുന്നു. എൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്നെ ഓർത്തഡോക്സ് കെട്ടിക്കണമെന്ന് മാത്രമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ സഭയിൽ അതുപോലെ ബാലിക സമാജത്തിലൊക്കെ ആയിട്ട് പ്രവർത്തിക്കും, സൺഡേ സ്കൂളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളായിരുന്നു. പക്ഷേ എൻ്റെ പിതാവിന് കുറേ ഡിമാൻഡുകളുണ്ടായിരുന്നു. ഞാൻ ഒറ്റയായതുകൊണ്ട് എന്നെ അടുത്ത് കല്യാണം കഴിക്കണമെന്ന് അങ്ങനെയൊക്കെ. അതെല്ലാം സാധിച്ചു. പക്ഷേങ്കിൽ ഈ ഓർത്തഡോക്സ് എന്നുള്ളത് മാത്രം കിട്ടിയില്ല. അന്നേരം എൻ്റെ ഫാദർ എന്നോട് ചോദിച്ചു, ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, പക്ഷെങ്കിൽ പിന്നെ മർത്തോമയാണല്ലോ. ഞാൻ പറഞ്ഞു സാരമില്ല, ദൈവം എന്നെ എവിടെ ആക്കുന്നോ, ദൈവത്തിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഞാൻ ആ ഭവനത്തിൽ വന്നു. എൻ്റെ അമ്മാവിയമ്മ, ഞാൻ എൻ്റെ സ്വന്തം അമ്മയെക്കാട്ട് സ്നേഹിക്കുന്നില്ല അമ്മ ഇപ്പം മരിച്ചുപോയി. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അവർ നല്ല ദൈവഭക്തരായ ആൾക്കാരായിരുന്നു. അവരിൽ നിന്നൊക്കെ എനിക്ക് ഒത്തിരി വചനം പഠിക്കാനും എല്ലാം ദൈവം നല്ല മാതൃകകളെ കാണിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനെന്ന് ഓർത്തഡോക്സ് എന്ന് പറഞ്ഞ് പിടിച്ചു നിന്നായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ദൈവത്തെ അറിയാനോ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വരാനോ എനിക്ക് പറ്റുമായിരുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലൊരു ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അന്ന് വ്യാഴം, വെള്ളി, ശനി 3 ദിവസം ഉപവാസം. പകൽ മാത്രമേ ഉള്ളൂ, വൈകിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കും. അങ്ങനെ ശനിയാഴ്ച ഒരു ഐക്യക്രിസ്തീയ കൂട്ടായ്മ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അങ്ങനെ ഐക്യക്രിസ്തീയ കൂട്ടായ്മയിൽ പോയപ്പോൾ ഒരു ദിവസം 2000 സാറിൻ്റെ ഒരു ബൈബിൾ എനിക്ക് കിട്ടി. അത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് കൊടുത്തു വിട്ടതാണ്. അത് ആ വചനം പഠിക്കാൻ ഏറ്റവും എളുപ്പമായ ഒരു ബൈബിളാണ്. അതെൻ്റെ ഇപ്പോഴും ഉണ്ട്. നമുക്കൊന്ന് റെഫർ ചെയ്യാനും, പക്ഷേ അത് പള്ളിയിലൊന്നും കൊണ്ടുപോയി വായിക്കാനൊന്നും പറ്റത്തില്ല. അതിന് സാറിൻ്റെ ഇച്ചിരി വ്യത്യാസമുണ്ടല്ലോ. എന്നാൽ എനിക്ക് എന്ത് കാര്യങ്ങൾക്കും റെഫർ ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ ആ ബൈബിളാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അതെനിക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടു. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വലിയ സാക്ഷ്യം. എനിക്ക് കർത്താവിനെ അറിയുവാനും ജീവിതത്തിലെ യേശുവിനെ എൻ്റെ അനുഭവമാക്കുവാനും സാധിച്ചത് അതിൽ കൂടെയാണ്. ആ ഭവനത്തിൽ വന്നതും, അല്ലെങ്കിൽ ഞാൻ ഈ സഭ വേണം, ആ സഭയിൽ തന്നെ വേണമെന്നൊക്കെ വാശി പിടിച്ചതായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ മാറിയേക്കാമായിരിക്കും. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശം എന്നെ അവിടെ ആക്കുക എന്നുള്ളതായിരുന്നു. എനിക്കൂടെ ഇപ്പോഴും സഭയിൽ എന്നാലാവോളം ഇപ്പോഴും ഞങ്ങൾ ഇവിടെ വന്നു പെട്ടത് വലിയൊരു പ്രതിസന്ധിയല്ല. കുഞ്ഞു മക്കൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവരുടെ പപ്പായുടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ്. ഇപ്പോൾ അവർ വെക്കേഷന് നാട്ടിൽ വന്നേക്കുക. അവരെ ഏൽപ്പിച്ചിട്ടൊക്കെ ഞങ്ങൾ വരും. തിരികെ പോകുന്ന വഴി അവരെ വിളിച്ചുകൊണ്ട് പോകണം. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളുടെ ഇടയിലാണ് വന്നത്. പക്ഷേ എനിക്ക് ഇവിടെ വരണമെന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നു. അത് എൻ്റെ ഒരു ഫ്രണ്ടിൽ കൂടെ ഞാൻ 2 വർഷം മുമ്പ് പറഞ്ഞാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്, നമുക്ക് ഒന്നിച്ച് പോകണമെന്നൊക്കെ ആൻറ്റി എന്നോട് പറഞ്ഞു. പക്ഷേ ആൻറ്റിക്ക് സുഖമില്ലാതായതുകൊണ്ട് വരാൻ പറ്റിയില്ല. ആൻറ്റിയുടെ വീട് ഇടയാറമുളയാണ്. ആൻറ്റിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും എന്നെ ഇൻസ്പിറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലിസ് പോകാതിരിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വരാനും ചെയ്ത്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് ഇന്ന് ഇവിടെ വന്ന് ഇതിൻ്റെ ഭാഗമായി തീരുവാൻ സാധിച്ചത്. സാറിൻ്റെ വേലകളെ കർത്താവ് കൂടുതലെടുത്ത് ഉപയോഗിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സാക്ഷ്യത്തിൻ്റെ ബന്ധത്തിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ.
മിസ് മറിയാമ്മ പറഞ്ഞല്ലോ വീട്ടിലൊരു ഉപവാസ പ്രാർത്ഥന നടത്തുന്നുണ്ടായിരുന്നു. ബലീന, ഞാനൊരു ഉപവാസ പ്രാർത്ഥന നയിക്കുന്ന ശുശ്രൂഷയാണിത് ആഗോള വ്യാപകമായിട്ട്. അപ്പോൾ ആ ബന്ധത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോഴാ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ടോ? ഇപ്പോൾ ആ ഉപവാസ പ്രാർത്ഥന നടക്കുന്നില്ല. അമ്മയായിരുന്നു കൂടുതലും അത് ലീഡ് ചെയ്യുന്നത്. അമ്മ എൻ്റെ ഹസ്ബൻഡുമായിട്ടായിരുന്നു ലീഡ് ചെയ്യുന്നത്. ഞങ്ങൾ പിന്നെ കുഞ്ഞുങ്ങളായി ഇതായി ഉപവാസമുണ്ട്. എൻ്റെ വചനവുമായിട്ട് നിൽക്കണമെങ്കിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഉപവസിക്കാതെ വചനം പറയത്തില്ല, വചനം ഘോഷിക്കുന്ന ആളാണ്. അങ്ങനെ ഞങ്ങൾ മിക്കവാറും ഉപവസിക്കും. പക്ഷേ ഞങ്ങളൊരു കൂട്ടായ്മയായിട്ടില്ല. അല്ലാതെ എല്ലാ ദിവസങ്ങളിലും പള്ളികളിലെ സീനിയർ സിറ്റിസൺ മീറ്റിംഗ്, സേവാസംഘ മീറ്റിംഗ്, ഇടവമിഷൻ്റെ മീറ്റിംഗ്, അങ്ങനെ എല്ലാം പള്ളിയിൽ ആക്റ്റീവാണ്. അദ്ദേഹം ട്രസ്റ്റിയാണ് പള്ളിയിലെ. ഇപ്പോൾ ഒത്തിരി ജോലി തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഉപവാസം ഇപ്പോൾ നടത്തുന്നു പറഞ്ഞത് ഇപ്പോൾ എടുക്കുന്നത് എത്ര മണിക്കൂർ ഉപവാസമാണ്? ഞങ്ങൾ പകലത്തെ ഉപവാസം എടുക്കാറുള്ളൂ. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്? അല്ലല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, വൈകിട്ട് കഴിക്കും. അങ്ങനെ അത്താഴം കഴിച്ച ശേഷം പിറ്റേന്ന് അങ്ങനെ ആയിരുന്നു ആദ്യം എടുക്കുന്ന ഉപവാസമാണ്. രാത്രിയിലോ അതോ ഉച്ചയ്ക്കോ? രാത്രിയിൽ. അങ്ങനെ ആയിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് വർഷങ്ങളായിട്ട് കൂട്ടായ്മ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഒരു 2010 വരെ, അമ്മ മരിക്കുന്ന വരെ ആ കൺവെൻഷൻ. ഇപ്പം അത് വേറെ വീടുകളിൽ ആ കൺവെൻഷൻ നടക്കുന്നുണ്ട്, ഉപവാസയുടെ കൂട്ടായ്മയുടെ. പക്ഷേ ഞങ്ങളുടെ ഭവനത്തിൽ ഇപ്പം ആ ഉപവാസ പ്രാർത്ഥന നടക്കുന്നില്ല. അതെല്ലാവരും വളരെ ബിസിയാണ്. അങ്ങനെ ആൾക്കാരെ കിട്ടി. ഞങ്ങളതൊന്ന് കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു, പക്ഷെങ്കിൽ അത് ശരിയായിട്ടില്ല ആ ഉപവാസ പ്രാർത്ഥന. അതെ, നമ്മൾ കോർഡിനേഷൻ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേങ്കിൽ ആ ഉപവാസ പ്രാർത്ഥന തുടർച്ചയായിട്ട് നടത്തുമ്പോഴാണ് ദൈവം ആളിനെ അയക്കുന്നത്. അതൊരിക്കലും നിർത്താൻ പാടില്ല. നിർന്നു, പക്ഷെ അത് പുനരാരംഭിക്കണം എന്നാണ് എൻ്റെ ഒരു വലിയ അപേക്ഷ. കാരണം ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇന്നത്തെ ആധുനിക ക്രൈസ്തവ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതൊരു വലിയ അനുഭവമാണ്. അതോടൊപ്പം സഭകളുടെ അന്തഛിദ്രവും സഭകളുടെ തകർച്ചയുടെയും എല്ലാ ക്രിസ്തീയ തകർച്ച ഉപവാസ പ്രാർത്ഥന നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ദൈവം കൽപ്പിച്ചത് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ. തിസ്രീ മാസം, അത് 7-ാം മാസത്തിൻ്റെ 9 മുതൽ 10 വരെ ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തണം. എന്ന് ദൈവമാണ് അരുളി ചെയ്തത്. യോം കിപ്പൂർ എന്ന് പറയും. ഇപ്പോഴും യഹൂദന്മാർ ആ ഉപവാസ പ്രാർത്ഥന നടത്തുന്നുണ്ട്. പാപപരിഹാര ദിനം വർഷത്തിലൊരിക്കൽ. അത് എല്ലാ തലമുറകളും ലോകാവസാനം വരെ നടത്തണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊക്കെ നമ്മൾ പാടെ മറന്നു പോയിരിക്കുന്നു. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞുകൂടാ. ഈ മഹത്തായ ശുശ്രൂഷ കെട്ടിപ്പടുത്തിരിക്കുന്നത് മുഴുവൻ ഉപവാസ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇന്ന് ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കുറഞ്ഞ ഉപവാസം എന്ന് പറയുന്നത് 24 മണിക്കൂർ ഉപവാസമാണ്. അത് കഴിഞ്ഞാണ് ബാക്കിയെല്ലാം ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു അപേക്ഷയുള്ളത്, പ്രാർത്ഥനയോടെ ഉപവാസ പ്രാർത്ഥന വീണ്ടും ആരംഭിക്കുവാൻ തക്കവണ്ണം ദൈവം മുഖാന്തരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മറിയാമ്മ സാമുവൽ ഗെറ്റ്സ് 2.5 മാർക്സ്. 2.5 മാർക്സ്. അടുത്തതായിട്ട് ജോബിൻ ലെക്സ് ആൻഡ്രൂസ്. എൻ്റെ ടെസ്റ്റിമണി പറയുകയെന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് എങ്കിലും വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് 2 പ്രാവശ്യം മരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ചെറുപ്പകാലത്ത് ഒരു അനക്കം പോലും ഇല്ലാതെ കിടന്നപ്പോൾ അമ്മയും പപ്പായും കൂടെ കരഞ്ഞ് നിലവിളിച്ച് ദൈവസന്നിധിയിൽ എന്നെ നേർന്ന് കിട്ടിയ ഒരു മകനാണ് ഞാൻ. എനിക്ക് മൂത്തതായിട്ട് 3 സഹോദരന്മാരാണ്. അവരിൽ ഒരാളിപ്പോൾ ഇല്ല. ഒരാൾ 3 വർഷത്തിന് മുമ്പ് ഈ ലോകം വിട്ട് മറഞ്ഞുപോയി. അങ്ങനെ അനേക സമയങ്ങളിൽ ഞാൻ പല അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. പലതിലും രക്ഷപ്പെട്ടത് ഒരു ദൈവിക കൃപയാണ്, ഒരു ദൈവ കരുതലാണ്. ഇത്രത്തോളം ദൈവം എന്നെ താങ്ങി നടത്തി. പലപ്പോഴും ഞാൻ ദൈവത്തോട് അകന്നു പോയിട്ടുണ്ട്. എങ്കിലും ദൈവത്തോട് കൂടുതലായി അടുത്ത് വരുവാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ പപ്പ ഒരു പൂർണ്ണ മദ്യപാനിയാണ് ആയിരുന്നു. ഇപ്പം മദ്യം കുറവാണ്. പപ്പായ്ക്ക് ഇപ്പോൾ 76 വയസ്സും വെച്ചോ ആയി. ഇപ്പം ചെറിയ ക്ഷീണത്തിലൊക്കെ ഉണ്ട്. അമ്മയ്ക്കും ക്ഷീണമാണ്. 72 വയസ്സായി. രാവിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാണ്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ദൈവമക്കൾ എൻ്റെ ഒരു
വിവാഹ ജീവിതത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ നല്ലൊരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഉള്ളത് ശമ്പളം കുറവാണ്, അതുകൊണ്ടാണ് വേറൊരു ഇതിലേക്ക് ഞാൻ നോക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമ്പാദിക്കുവാൻ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ഇതുവരെ ഒന്നും സമ്പാദിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ദൈവവചനത്തിൽ കൂടുതലായി മുമ്പോട്ട് ജീവിക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് കപ്പ്യാരുടെ ജോലിയാണോ? കപ്പ്യാർ ജോലി അത് തുടർന്ന് തന്നെ പോകണം. വേറൊരു കടയിൽ ജോലി ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് വേറൊരു. അപ്പോൾ താങ്കൾ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് പുതിയൊരു ജോലി, അതോടൊപ്പം തന്നെ വിവാഹ ജീവിതം. അതെ, തീർച്ചയായിട്ടും നല്ല രണ്ട് അപേക്ഷകളാണ്. അതെ, തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ അതോടൊപ്പം ദൈവത്തിന് വേണ്ടി താങ്കളുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവം ദാനമായി തന്ന ജീവിതമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ദൈവത്തിന് വേണ്ടി താങ്കൾക്ക് എന്ത് പ്രവർത്തിക്കാൻ കഴിയും? കപ്പ്യാരുടെ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു കാര്യം, യാന്ത്രികമായിട്ടുള്ള എല്ലാ ആഴ്ചയും നടത്തുന്ന ഒരു കാര്യമാണ് അല്ലേ? അതിലുപരിയായിട്ട് കപ്പ്യാർക്കല്ല, അച്ചപ്പാർക്കല്ല, ആർക്കായാലും ശരി, അതിലുപരിയായി ആത്മാക്കളെ നേടുവാൻ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പം പല മേഖലകളിൽ ഇപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ വിശ്വാണി എന്ന സംഘടനയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്താ താങ്കൾ പ്രവർത്തിച്ചത്? ഞാൻ അവിടെ ഒരു കളക്ഷൻ്റെ തന്നെയായിട്ട് പോകുന്നുണ്ടായിരുന്നു വീടുകളിൽ. കളക്ഷൻ ഈ ടിന്ന് കളക്ഷൻ ഉണ്ടല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ടിൻ കളക്ഷൻ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങളല്ല. ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ അനുഭവത്തിൽ ഊന്നിക്കൊണ്ട് ഒരാളെ യേശുവിലേക്ക് ആകർഷിക്കുവാനോ യേശുവിൻ്റെ അത്ഭുതങ്ങളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും നടത്തുവാനോ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ബാക്കിയുള്ളത് കളക്ഷൻ നടത്തുന്നു, ഔദ്യോഗിക ഭാരവാഹിത്വം നടത്തുന്നു, അതൊക്കെ കർത്താവിൻ്റെ പ്രവർത്തനമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ അതിലുപരിയായി താങ്കൾക്കൊരു പുതിയ ജീവൻ നിന്ന് ജീവനെ രക്ഷിച്ച ദൈവത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞോ? തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് കഴിഞ്ഞ് കുറേ കാലം വിശ്വാണിയുടെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ ഫോണ് അവിടെ അനേക കോളുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും. ആ ഇടയിൽ ഒരു ഹിന്ദു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വിളിച്ചു. ആ ഫോണിൽ കൂടെ തന്നെ ഞാൻ അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അതിന് മറുപടി നൽകിയെന്നും പറഞ്ഞ് ആ പെൺകുട്ടി വീണ്ടും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസം ഇപ്പൊ എന്റെ ജീവിതത്തിൽ കുറഞ്ഞുപോയി, വളരെയധികം കുറഞ്ഞുപോയി. അതിലേക്ക് വീണ്ടും ഇടകാലം കൊണ്ട് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുപോലെ ഫോൺ കോളില്ലല്ലോ ഇപ്പോഴും. ഫോൺ കോൾ ഇപ്പോൾ ഇല്ല. അപ്പൻ മദ്യപാനിയാണെന്ന് പറയുന്നു. പ്രായം കൂടിയോണ്ട് ഇപ്പം പഴയ പോലെ കുടിക്കാൻ കഴിയുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ കിട്ടിയാൽ കുടിച്ചേരി. അതുകൊണ്ട് അപ്പനെ രക്ഷിക്കാനായിട്ടുള്ള പ്രാർത്ഥന നമ്മുടെ ഉയരണം ഉണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള വേദികളൊക്കെ അതുകൊണ്ട് ഇത് സുവിശേഷത്തിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും. മനസ്സിലായി. അപ്പോൾ താങ്കളെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണെന്ന് താങ്കൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം പരിശ്രമിച്ചിട്ടില്ല. ദൈവം എന്താണ് അങ്ങനെക്കുറിച്ച് എന്നെ എടുത്ത് ഉപയോഗിക്കണം, എനിക്ക് കൂടുതലായിട്ട് ആത്മാക്കളെ നേടണം, അങ്ങനൊരു പ്രാർത്ഥന വന്നിട്ടില്ല. എനിക്ക് കർത്താവ് നല്ലൊരു ജോലി കിട്ടണം, നല്ലൊരു ഭാര്യയെ കിട്ടണം, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകണം. എല്ലാം അധിഷ്ഠിതമായിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്ക് താങ്കൾ മുഴുവനായിട്ട് കടന്നു വരുമ്പോഴാണ്. കാരണം താങ്കൾക്കൊരു പുതിയ ആയുസ് ദൈവം തന്നതിനാണ്. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്കൾ പറഞ്ഞ വിഷയങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതാണ്. അനുയോജ്യമായ ഒരു പുതിയ ജോലി, അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം, ഞാനത് മറക്കുകയില്ല. ഓൾ റൈറ്റ്. ജോബിൻ അലക്സാണ്ടർ ഗെറ്റ്സ് 1.5 മാർക്സ്. അവസാനത്തെ സാക്ഷ്യം മിസ്സസ് ബീന ജോസഫിൻ്റെതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവകൃപയാൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ ദൈവം എന്നെ സഹായിച്ചു. പപ്പ ഒരു പെന്തക്കോസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലും അമ്മ CSI ബാക്ക്ഗ്രൗണ്ടിലും ഒക്കെ വളർന്ന വ്യക്തികളാണെങ്കിലും വിവാഹത്തിന് ശേഷം പപ്പയും അമ്മയൊക്കെ പെന്തക്കോസ്റ്റ് ചർച്ചിൽ തന്നെ ആരാധനയ്ക്ക് പോവുകയും അങ്ങനെ കണ്ടിന്യൂസ് ആയി പോയി. അമ്മ പിന്നീട് സ്നാനപ്പെട്ട് പെന്തക്കോസ്റ്റ് വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുവാൻ ദൈവം സഹായിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ചെറിയ പ്രായത്തിൽ തന്നെ ദൈവവചനമൊക്കെ പഠിക്കുവാൻ ദൈവം കൃപ ചെയ്തു. വിഴവൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അവിടുത്തെ സൺഡേ സ്കൂളൊക്കെ നന്നായിട്ട് പഠിക്കുവാനും അതുപോലെ യുവജന സംഘടനയായ CA സഹോദരിമാരുടെ കൂട്ടായ്മയുണ്ട്, WMC എന്ന് പറയുന്ന വിമൻസ് മിഷണറി കൗൺസിൽ. അതിൻ്റെയൊക്കെ മീറ്റിങ്ങുകളിലൊക്കെ ചർച്ചിലും അതുപോലെ സെക്ഷൻ തലത്തിലും ഡിസ്ട്രിക്ട് തലത്തിലും ഒക്കെ ഉള്ള സമ്മേളനങ്ങളിലൊക്കെ പോയി പങ്കെടുക്കുവാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്.
അതെല്ലാം എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വളരെ അനുഗ്രഹമായി തീർന്നു. അതുകൊണ്ട് തന്നെ എനിക്കും ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും സ്നാനപ്പെടുവാനും ഒക്കെ ദൈവം സഹായിച്ചു. ആ രീതിയിൽ തന്നെയുള്ള ഒരു കുടുംബജീവിതം ദൈവം തന്നു. അത് അങ്ങനെ ഹസ്ബൻഡും ഞാനും, എനിക്ക് 2 മക്കളാണുള്ളത്. അവരെയും ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അവരെയും ഈ വിശ്വാസത്തിൽ വളർത്താൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ 2ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് 6 മാസം വരെ കുഞ്ഞിന് നോർമലായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള സ്കാനിങ് ഒക്കെ ചെയ്ത സമയത്ത് കുഞ്ഞിന് വളർച്ച കുറവാണ്, വെയിറ്റ് കുറവാണെന്ന് എപ്പോഴും ഡോക്ടർ പറയുമായിരുന്നു. എങ്കിലും കഴിക്കാൻ പറ്റുന്ന നന്നായിട്ടുള്ള ആഹാരമൊക്കെ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നെക്കൊണ്ട് മാക്സിമം ആഹാരമൊക്കെ കഴിച്ചു. എങ്കിലും അടുത്ത പ്രാവശ്യം ചെക്കപ്പിന് പോകുമ്പോഴും പറയും കുഞ്ഞിന് വെയിറ്റ് അത്രത്തോളം ആയിട്ടില്ല, വെയിറ്റ് കുറവാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ട്രിപ്പൊക്കെ ഉണ്ട്, അലാമിന് എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടും പിന്നെയും ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും അത്രത്തോളം വെയിറ്റ് കുഞ്ഞിന് വരുന്നില്ല. എങ്ങനെയായാലും അതിൻ്റെ കറക്റ്റ് ഡേറ്റ് വരെയും അങ്ങനെ തന്നെ പോയി. വെയിറ്റ് കുറവായിരുന്നു. ജനിച്ച സമയത്തും കുഞ്ഞിന് വളരെ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തക്ക സമയത്ത് ദൈവം നല്ലൊരു വിടുതൽ നൽകി. ആ കുഞ്ഞിന് 2 കിലോയ്ക്കും താഴെ വെയിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാനൊന്നും പാടില്ല, മറ്റാരും എടുക്കാൻ പാടില്ല, അമ്മ തന്നെ കൈകാര്യം ചെയ്യണം, ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പോൾ ജനിച്ച സമയത്തും ബ്ലഡിലൊക്കെ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുഞ്ഞ് കയ്യിൽ തന്നെ ക്യാൻഡിലൊക്കെ വെച്ച് അതിൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം പ്രാർത്ഥനയോടുകൂടി തന്നെ ആയിരുന്നു. ഈ കുഞ്ഞിൻ്റെ കയ്യിൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പേടിയും കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ ഉള്ള ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചു. പപ്പയും അമ്മയും ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഒക്കെ ചർച്ചിലുള്ളവരൊക്കെ കുഞ്ഞിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടയായി. പിന്നീടുള്ള ചെക്കപ്പിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന്, അപ്പോൾ എക്കോ ടെസ്റ്റൊക്കെ എടുക്കണമെന്ന്. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയ സമയത്ത് എക്കോ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഹാർട്ടിൽ ഒരു ഹോളുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും തന്നെ ഞങ്ങൾ വളരെ ഭീതിയോടെ പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നു. എങ്കിലും ഡോക്ടർ പറഞ്ഞു അത് എന്തായാലും നിങ്ങളിപ്പോൾ മരുന്നൊന്നും കഴിക്കണ്ട, അത് തന്നെ അടയാമെന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും അത് ഒരു പേടിയായി മാറി. കാരണം അത്ര വെയിറ്റ് ഇല്ലാത്ത ഒരു കുഞ്ഞായിരുന്നു. ഇങ്ങനെയും കൂടെ ആയപ്പോൾ കുഞ്ഞിന് മരുന്ന് കഴിപ്പിക്കാനൊക്കെ വലിയ പേടിയാണ്. അത് കഴിക്കുകയില്ല, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ അടുത്ത പ്രാവശ്യം ചെക്കപ്പിന് പോയി. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു മരുന്നൊന്നും കഴിക്കേണ്ട, അത് കുറേശ്ശെ തന്നെ അടഞ്ഞ് വരുന്നുണ്ട്, എന്തായാലും 5 വയസ്സ് വരെയും ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ട് മാറിയെന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഭവനത്തിലേക്ക് വരുമ്പോഴും ചർച്ചിലുമൊക്കെ പറഞ്ഞ് അത് പ്രാർത്ഥിച്ചു. കുഞ്ഞിന് വേണ്ടി ഒരു മരുന്നൊന്നും കഴിക്കാതെ തന്നെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം ലഭിക്കണം, ഒരു പ്രതികൂലമോ മറ്റ് പ്രതിസന്ധികളോ ഒന്നും ഉണ്ടാകാതെ തന്നെ കുഞ്ഞിനെ ദൈവം കാക്കേണ്ടതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചു. അങ്ങനെ ഓരോ പ്രാവശ്യം ചെക്കപ്പിന് പോയ സമയത്ത് അത് കുറേശ്ശെ എൻ്റെ വിസ്താരം കുറഞ്ഞു വരുന്ന, എൻ്റെ ഹോൾ അടഞ്ഞ് വരുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. 5 വർഷമാണ് ഡോക്ടർ പറഞ്ഞിരുന്നെങ്കിലും 3 വർഷത്തിന് മുന്നേ തന്നെ ഹോള് പൂർണ്ണമായിട്ട് അടയാൻ സാധിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഒരു ചികിത്സയും ചെയ്യേണ്ട, കുഞ്ഞിന് പൂർണ്ണമായിട്ടത് സൗഖ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് ആ കുഞ്ഞിനെ വിടുവിച്ചു. ഇന്ന് അവൾ ഇനി 7ാം ക്ലാസ്സിൽ ോട്ടാണ് പോകുന്നത്. ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ചു. അതുപോലെ കുഞ്ഞുങ്ങളുടെ പഠനത്തിലൊക്കെയും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കൊണ്ട് നിറച്ചു. അവരും ദൈവകൃപയിലൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അവരും ദൈവഹിത പ്രകാരം ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കുടുംബമായിട്ട് നമ്മൾ എത്ര നാൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു അത്രയും നാളും കർത്താവിൻ്റെ നല്ല മക്കളായിട്ട് വിശ്വസ്തയോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് സാക്ഷ്യം. കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? അതാ ചോദിക്കേണ്ടത്. ദൈവം ഇത്ര വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ശേഷം ചെറുപ്പം മുതൽ ആത്മീയമായ അനുഭവമുണ്ട്, വിവാഹത്തിന് ശേഷമുണ്ട്, മക്കളെ തന്നപ്പോഴുണ്ട്, ഭർത്താവും ആ രീതിയിൽ വിശ്വാസിയാണ് ആണല്ലോ. അതെ. പക്ഷേ യേശുവിന് വേണ്ടി എന്ത് പ്രവർത്തിക്കുന്നു? അതാണ് എൻ്റെ ചോദ്യം. ഞങ്ങൾ രണ്ടുപേരും ജോലിക്കാരാണ്. അപ്പോൾ കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾ ചർച്ചിലെ ആക്ടിവിറ്റീസിൽ പങ്കാളികളാവാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സാണ്. ഹസ്ബൻഡ് സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ്. അതൊക്കെ റുട്ടീനായിട്ട് നടക്കുന്ന കാര്യം. അതിലുപരിയായിട്ട് ജോലിക്കാരാണെന്ന് പറയുമ്പോൾ ജോലി ചെയ്യുന്നതോടൊപ്പം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ഒരുപാട് സാവകാശമുണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇതുവരെ ബീന ചിന്തിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാനത് ഓർമ്മിപ്പിച്ച വിഷയമാണ്. അത് പല ദേവദാസന്മാർ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഫാമിലി ആയിട്ട് കിട്ടുന്ന സമയം. അവർ പറഞ്ഞ എനിക്ക് വിഷയമല്ല, എന്നെ ദൈവത്തിനാത്മാ ബോധ്യപ്പെടുത്തുന്ന കാര്യം ഞാനീ പറയുന്നു. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന വലിയ ഉപകാരങ്ങളെക്കുറിച്ച് ലോകം അറിയുമ്പോഴായിരിക്കും മറ്റൊരാൾക്കും ഇതേ അനുഭവത്തിലേക്ക് വരാൻ യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. ഹാർട്ടിന് ഹോളുള്ള ഒരുപാട് പേര് കാണും. ആരെങ്കിലും ഇന്ന് ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിരുന്ന് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും
കർത്താവിന് അത് അടയ്ക്കുവാൻ കഴിയുമെന്നുള്ളത് വലിയ സാക്ഷ്യമാണ്. അപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ എത്രയോ പേരെ ദൈവം പ്രവർത്തിക്കുന്നു. പക്ഷേങ്കിൽ നമ്മുടെ സാക്ഷ്യം മറ്റുള്ള ഇടവകയിലെ സൺഡേ സ്കൂളുകാരും അല്ലെ നിങ്ങളുടെ സ്ത്രീ സമാജവും മാത്രം അറിയേണ്ടതല്ല. ദൈവത്തിൻ്റെ മഹത്വം ലോകത്തോട് വിളംബരം ചെയ്യുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം പ്രത്യേകിച്ച് ബിയിലേക്കുണ്ട്. കാരണം ചെറുപ്പം മുതൽ ഈ മാർഗത്തിൽ ഞാൻ പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. അത് ദൈവദാസന്മാർ പറയേണ്ട കാര്യമില്ല, മറ്റാരും പറയേണ്ട കാര്യം. സ്വതമേ നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രവർത്തിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് രണ്ടാം പ്രാവശ്യം ഞാൻ വീണ്ടും ബീനയോട് പറയുന്നു. ദാറ്റ്സ് വെരി ഗുഡ്. വെൽ, ഷീ ഗെറ്റ്സ് ഓൾസോ 3 മാർക്സ്. ബീന ജോസഫിന് 3 മാർക്സ്. യാ, ടെസ്റ്റിമണി റൗണ്ട് അവസാനിക്കുകയാണ്. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് ക്രൈസ്തവ ലോകത്തിന് സമ്മാനിക്കുന്ന 31ാമത് ഗാനസമാഹാരം. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. സർവശക്തൻ സർവാധിപൻ സർവസൃഷ്ടിതാവാണെന്റെ ദൈവം. സർവശക്തൻ സർവാധിപൻ സർവസൃഷ്ടിതാവാണെന്റെ ദൈവം. സർവരക്ഷകൻ സർവേശ്വരൻ യഹോവയാം എന്റെ ദൈവം. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. എന്റെ ദൈവം. കോപ്പികൾക്ക് വേർഡ് മെലഡി വേൾഡ്, വെമ്പായം, ട്രിവാൻഡ്രം. അടുത്തതായിട്ട് റാപ്പിഡ് റീഡിംഗ് റൗണ്ടാണ്. പറയുന്ന വേദഭാഗം ആർക്ക് കിട്ടിയാൽ ഉടനെ എടുത്ത് വായിക്കാം. ഓൾറൈറ്റ്, 2 പേര് ചേർന്ന് വായിച്ചാൽ മാർക്കുകൾ ഡിവൈഡ് ചെയ്യും. 4 പേര് ഒരുമിച്ച് വായിച്ചാൽ 2 മാർക്കേ ഉള്ളൂ. യെസ്, പ്ലീസ്. ഓൾറൈറ്റ്, ക്ലോസ് യുവർ ബൈബിൾസ്. ഒന്നാമത്തെ വായന എസ്തേറിൻ്റെ പുസ്തകം 8-ാം അധ്യായം 16-ാം വാക്യം. എന്നാൽ മൊർദെഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് ദൂതന്മാർ ഒന്നിച്ചു കൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതി നിൽക്കുവാനും തങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന ജനത്തിൽ 8:16 പറഞ്ഞത്. യഹൂദന്മാർക്ക് വെളിച്ചവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. സ്മിത റാണി എന്തോ അതല്ല വായിച്ചത്. വായിച്ചത് അടുത്ത വാക്യമായി പോയി. യഹൂദന്മാർക്ക് വെളിച്ചവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. വായിച്ചത് സ്മിത റാണിയാണ്. താങ്കളും വായിച്ചു, പക്ഷേ 1/2 സെക്കൻഡ് പുറയിലാക്കി. സോ യു ഗെറ്റ് 2 മാർക്സ്. സ്മിത റാണിക്ക് 2 മാർക്ക്, -1 ഫോർ ബീന ജോസഫ്, -1 ഫോർ മറിയാമ്മ സാർ. അടുത്ത വാക്യം എടുത്തു. ശ്രദ്ധിക്കണം, വാക്യം പറയുന്നത് തന്നെ വായിക്കണം. യോവൻ മറ്റാരും പറയുന്ന വായിക്കുന്നത് നിൽക്കാൻ നിൽക്കണം. നമുക്ക് കിട്ടുന്നത് വായിച്ചേക്കണം. ഓക്കെ, ഓക്കെ. നഹൂം പ്രവചനം 1-ാം അധ്യായം 13-ാം വാക്യം. ഇപ്പോഴും ഞാൻ അവന്റെ മുഖം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങൾ അറുത്തു കളയുകയും ചെയ്യും. യെസ്, എക്സാക്ട്ലി ദ സെയിം. ഒറ്റ പ്രാവശ്യം പറയുള്ളൂ. അതുകൊണ്ട് മിസ് ബീന ജോസഫ് ഗെറ്റ്സ് 2 മാർക്സ്. എന്നോട് വാക്യം 2ാമത് ചോദിച്ചു, പക്ഷേ -, മാർക്ക് തരുന്നില്ല. ചോദിക്കാൻ പാടില്ല, ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് ശ്രദ്ധ വെച്ച് കേൾക്കണം. യെസ്, ഓൾറൈറ്റ്. യോവേൽ 2:21. ദേശമേ ഭയപ്പെടേണ്ട, സന്തോഷിച്ചിരിക്കുക, യഹോവ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. 2 മാർക്ക് സ്മിത റാണിക്ക് കിട്ടുന്നു. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അവസാനത്തെ വായന. ബൈബിൾ അടച്ചാട്ടെ. റെഡി. മർക്കോസ് 12:44. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു. Exactly the same. Beena Joseph gets 2 marks. So that brings us to the close of this episode. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ജഡ്ജസ് ഇപ്പോൾ മാർക്ക് ടാലി ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുന്നതാണ്.
Raji, who is the first prize and who is second? Mrs. Beena Joseph gets the first prize Yes, give her a big hand. Mrs. Beena Joseph gets first prize. Yeah, and Mrs. Mariam Samuel gets the second prize. very good. Miss Mariam Samuel gets second prize. മറ്റ് 2 പേർക്കും കോൺസലേഷൻ പ്രൈസ് ഉണ്ട്. പ്രൈസ് എന്ന് പറഞ്ഞ ഒരു ഗിഫ്റ്റ്, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഞങ്ങളുടെ ഒരു സന്തോഷം അത്രമാത്രമാണ്. അപ്പോൾ ഇപ്പോൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയാണ്. ദയവ് ചെയ്ത് ഈ എളിയ സമ്മാനം നിങ്ങൾ സ്വീകരിക്കണം നിങ്ങളുടെ സ്നേഹത്തോട്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾ തുടർന്നും ഈ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുകയും ദൈവവചനം അനേകർക്ക് ബോധ്യമാകാനും മനസ്സിലാക്കാനും അവരെ അതിൽ പ്രോത്സാഹിപ്പിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള ആ വലിയ ശുശ്രൂഷയിൽ തുടരണമെന്ന് നിങ്ങളെ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.